വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള മാതൃകാ ചോദ്യങ്ങളാണ് ഇപ്പോൾ നൽകുക. ഈ ചോദ്യങ്ങൾ അതിനോട് ചേർന്നുള്ള 4 ഓപ്ഷൻസ് ABCD എന്ന ക്രമത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് നിങ്ങളൊരു വെള്ള പേപ്പറിലെടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ നൽകുന്നതുപോലെ ചോദ്യങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ശരി ഉത്തരം പറയുന്നില്ല. ശരി ഉത്തരങ്ങൾ നൽകുന്നത് ഈ മാതൃകാ ചോദ്യ പേപ്പറിലെ 50 ചോദ്യങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അതുകൊണ്ട് ഒരു ചോദ്യം കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് ഓടിപ്പോയി ശരി ഉത്തരം തപ്പാൻ പോകണ്ട. ഒരു പേപ്പർ എടുത്ത് പരീക്ഷ എഴുതുന്ന പോലെ തന്നെ എഴുതി 50 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തതിന് ശേഷം അവസാനം ഈ 50 ക്വസ്റ്റ്യനിലെ ഉത്തരം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ഒരു സ്വയം വിലയിരുത്തൽ നടത്തി കൂടുതൽ തീക്ഷ്ണതയോടെ പഠിച്ച് ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ ഓരോ അധ്യായങ്ങളിൽ നൽകിയിരിക്കുന്ന ആ വീഡിയോസ് ഒന്നും കൂടെ കണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ പഠിക്കുക. സമയം കിട്ടിയാൽ കൂടുതൽ തീക്ഷ്ണതയോടെ ബൈബിള് ആ വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17 മുതൽ 24 വരെയുള്ള വചനഭാഗം 1-2 തവണ മനസ്സിരുത്തി വായിക്കുന്നതും നല്ലതാണ്. ചോദ്യോത്തരങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ റെഫറൻസ് കൂടെ നൽകിയിട്ടുണ്ട്, അതും കൂടെ വച്ച് കൂടുതൽ പഠിക്കുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു മാതൃക ചോദ്യ നൽകുന്നു. നല്ല ഒരു പരീക്ഷ ആശംസിക്കുന്നു. സാധിക്കട്ടെ നല്ലതുപോലെ പഠിക്കാനും അങ്ങനെ വചനത്തിൽ ആഴപ്പെടാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ചോദ്യം 1. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയപ്പോൾ യേശുവിനെ സ്തുതിക്കാൻ തിരികെ വന്നത് ആരായിരുന്നു? A ഒരു യഹൂദൻ, B ഒരു സമറിയാക്കാരൻ, C ഒരു റോമൻ, D ഒരു ഫരിസേയൻ. 2. ലൂക്ക 17:21 ദൈവരാജ്യം എവിടെയാണെന്നാണ് യേശു പഠിപ്പിച്ചത്? A സ്വർഗത്തിൽ, B നിങ്ങളുടെ ഇടയിൽ, C ജെറുസലേമിൽ, D യോർദാൻ നദിക്കരയിൽ. 3. ലൂക്ക 18 സ്വയം നീതിമാനായ കരുതി മറ്റുള്ളവരെ പുച്ഛിച്ചിരുന്ന ഏതു വ്യക്തിയെക്കുറിച്ചാണ് യേശു ഒരു ഉപമ പറഞ്ഞത്? A ഒരു ചുങ്കക്കാരൻ, B ഒരു ഫരിസേയൻ, C ഒരു സമറിയാക്കാരൻ, D ഒരു പുരോഹിതൻ. 4. ദൈവരാജ്യം ശിശുക്കളെ പോലെ സ്വീകരിക്കാത്തവൻ ആരും അതിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? A സമ്പന്നനായ ഭരണാധികാരിയോട്, B ഫരിസേയനോട്, C ശിഷ്യന്മാരോട്, D കുട്ടികളെ തടഞ്ഞവരോട്. 5. ജെറിക്കോയിൽ വച്ച് സക്കായിയെ യേശു കണ്ടുമുട്ടിയത് ഏത് മരത്തിൽ നിന്നാണ്? A ഒരു ഒലിവ് മരം, B ഒരു സിക്കമോർ മരം, C ഒരു ഈന്തപ്പന, D ഒരു കാട്ടുമരം. 6. ലൂക്ക 20 ഏതു പഴയ നിയമഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് യേശു സദുക്കായർക്ക് മറുപടിയായി നൽകിയത്? A ഉൽപ്പത്തി, B പുറപ്പാട്, C ലേവ്യർ, D നിയമാവർത്തനം. 7. ലൂക്ക 21 പാവപ്പെട്ട വിധവയെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞത്? A അവൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിക്ഷേപിച്ചു, B അവൾ ദാനമായി കൊടുത്തത് വളരെ കുറവായിരുന്നു, C അവളുടെ ദാനം ദൈവത്തിന് സ്വീകാര്യമായില്ല, D അവളൊരു യാചികയായിരുന്നു. 8. ലൂക്ക 21:20 ജെറുസലേമിൻ്റെ നാശത്തിൻ്റെ അടയാളമായി യേശു എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? A പ്രകൃതി ദുരന്തങ്ങൾ, B സൈന്യം താവളമടിച്ചിരിക്കുന്നത്, C സൂര്യനും ചന്ദ്രനും ഇരുളുന്നത്, D ആലയത്തിൻ്റെ നാശം.
9. ലൂക്ക 22 യേശുവിൻ്റെ അത്താഴത്തിന് മുമ്പ് ഏത് യഹൂദ ആചാരത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? എ. സാബത്ത്, ബി. കൂടാരത്തിരുന്നാൾ, സി. പാപപരിഹാര ബലി, ഡി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം. 10. ലൂക്ക 22:31 പത്രോസിനോട് യേശു പറഞ്ഞത് എന്താണ്? നീ എന്നെ 3 തവണ തള്ളിപ്പറയും. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. സി. നീ എൻ്റെ പാറയാകുന്നു. ഡി. നീ വാൾ ഉപയോഗിക്കരുത്. 11. യേശു ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വിയർപ്പ് രക്തം പോലെയായതിൻ്റെ കാരണം എന്താണ്? എ. ശാരീരികമായ ഒരു രോഗം, ബി. അവിടുത്തെ തീവ്രവേദന, സി. ശിഷ്യന്മാരുടെ അവിശ്വാസം, ഡി. യൂദാസിൻ്റെ വഞ്ചന. 12. യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് എന്തുകൊണ്ടാണ് യേശുവിനെ കുറ്റവിമുക്തനാക്കിയത്? എ. യേശുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടത്ര തെളിവുകളില്ലാത്തതുകൊണ്ട്, ബി. യേശുവിൽ ഒരു കുറ്റവും കാണാത്തതുകൊണ്ട്, സി. ഹെറോദേസിൻ്റെ അധികാരപരിധിയിലായതുകൊണ്ട്, ഡി. ജനക്കൂട്ടം ആവശ്യപ്പെട്ടതുകൊണ്ട്. 13. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളിൽ ഒരാൾ യേശുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? എ. നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ബി. എന്നെ നീ വിട്ടയക്കണമേ. സി. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഡി. എന്നെ ഇപ്പോൾ തന്നെ രക്ഷിക്കണമേ. 14. യേശുവിൻ്റെ മരണശേഷം ഉത്ഥാന വിവരം ആദ്യം അറിഞ്ഞത് ആരാണ്? എ. പത്രോസ്, ബി. 2 ശിഷ്യന്മാർ, സി. സ്ത്രീകൾ, ഡി. യോഹന്നാൻ. 15. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്നു പറഞ്ഞത് ആരാണ്? എ. യേശു, ബി. ദൂതന്മാർ, സി. പത്രോസ്, ഡി. എമ്മാവുസിലേക്കുള്ള ശിഷ്യന്മാർ. 16. ലൂക്ക 17:32 ആരെക്കുറിച്ച് ഓർക്കാനാണ് യേശു ആവശ്യപ്പെട്ടത്? എ. ഹെറോദേസിൻ്റെ ഭാര്യ, ബി. അബ്രാഹമിൻ്റെ ഭാര്യ, സി. ലോത്തിൻ്റെ ഭാര്യ, ഡി. മോശയുടെ ഭാര്യ. 17. യേശു ജെറുസലേമിനെ നോക്കി കരഞ്ഞതിന് കാരണം എന്താണ്? എ. അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖം, ബി. ജെറുസലേമിൻ്റെ നാശം, സി. അവിടെ അവിടുത്തെ സ്വീകരിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, ഡി. ആലയത്തിൽ കച്ചവടം നടത്തുന്നത് കണ്ടതുകൊണ്ട്. 18. ധനാറയിലുള്ള സീസറിൻ്റെ ചിത്രം നോക്കി ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്ന് യേശു പറഞ്ഞത് ഏത് വിഷയത്തെക്കുറിച്ചുള്ള മറുപടിയായിരുന്നു? എ. നീതിമാന്മാരായ ഭരണാധികാരികളെക്കുറിച്ച്, ബി. നികുതിയെക്കുറിച്ച്, സി. വിശ്വാസത്തെക്കുറിച്ച്, ഡി. ആലയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. 19. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് എന്ത് നൽകിക്കൊണ്ടാണ്? എ. പണം, ബി. ഒരു ചുംബനം, സി. ഒരു കൈകൊടുക്കൽ, ഡി. ഒരു വാക്ക്. 20. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന ലിഖിതം എവിടെയാണ് വച്ചത്? എ. കഴുത്തിൽ, ബി. കുരിശിൽ, സി. തലയിൽ, ഡി. കയ്യിൽ. 21. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് യേശു ആരെയാണ് പഠിപ്പിച്ചത്? എ. അരിമത്യായിലെ ജോസഫിനെ, ബി. അവിടുത്തെ ശിഷ്യന്മാരെ, സി. പീലാത്തോസിനെ, ഡി. സ്ത്രീകളെ.
32. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര പ്രയാസകരമാണ് എന്ന് യേശു ആരുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞു? എ. ഒരു ഫരിസേയൻ, ബി. ഒരു അധികാരി, സി. ചുങ്കക്കാരനായ സക്കായി, ഡി. ഒരു യുവശിഷ്യൻ. 23. യേശു ജെറുസലേമിലേക്ക് വന്നപ്പോൾ ജനക്കൂട്ടം ഏതു വാക്കുകൾ ഉപയോഗിച്ച് ആണ് അവിടുത്തെ സ്വീകരിച്ചത്? എ. ഓശാന, ബി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സി. രക്ഷകനായ രാജാവ്, ഡി. നസറേയനായ യേശു. 24. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് യേശു പറഞ്ഞത് ഏതു പഴയ നിയമ വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടതാണ്? എ. മോശയും അഹ്റോനും, ബി. അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, സി. ദാവീദും സോളമനും, ഡി. ഏലീശായും ഏലിയായും. 25. ലൂക്ക 24 ശിഷ്യന്മാർ യേശുവിനെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? എ. അവിടുത്തെ വചനം കേട്ടപ്പോൾ, ബി. അപ്പം ആശീർവദിച്ച് മുറിച്ചു കൊടുത്തപ്പോൾ, സി. അവിടുത്തെ മുറിപ്പാടുകൾ കണ്ടപ്പോൾ, ഡി. അവിടുത്തെ രൂപം കണ്ടപ്പോൾ. 26. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചതാര്? എ. ശിഷ്യന്മാർ, ബി. ഫരിസേയർ, സി. ജനക്കൂട്ടം, ഡി. ചുങ്കക്കാർ. 27. ലൂക്ക 18 ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് പോയി എന്ന് യേശു പറഞ്ഞത് ഏത് ഉപമയുടെ അവസാനമാണ്? എ. വിധവയുടെ ഉപമ, ബി. നല്ല സമറിയാക്കാരൻ്റെ ഉപമ, സി. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ, ഡി. വിരുന്നുശാലക്കാരൻ്റെ ഉപമ. 28. നിത്യജീവിതം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു ഭരണാധികാരി ചോദിച്ചപ്പോൾ യേശു ആദ്യം നൽകിയ മറുപടി എന്തായിരുന്നു? എ. നിൻ്റെ സ്വത്തുക്കൾ വിറ്റ് ദരിദ്രർക്ക് നൽകുക, ബി. നീ പ്രമാണങ്ങൾ പാലിക്കുക, സി. എന്നെ പിന്തുടരുക, ഡി. നിൻ്റെ പാപങ്ങൾ ഏറ്റുപറയുക. 29. ലൂക്ക 19 ഞാൻ ചുങ്കക്കാരനായിരുന്നപ്പോൾ വഞ്ചിച്ചെടുത്തതെല്ലാം 4 മടങ്ങായി മടക്കി കൊടുക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു? എ. യേശു, ബി. സക്കേവൂസ്, സി. ചുങ്കക്കാരൻ, ഡി. യോഹന്നാൻ സ്നാപകൻ. 30. എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. ജെറുസലേമിൻ്റെ നാശം, ബി. അവസാനത്തെ അത്താഴം, സി. യേശുവിൻ്റെ മരണം, ഡി. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. 31. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ വാക്യം ആരോട് പറഞ്ഞത്? എ. യേശു പത്രോസിനോട്, ബി. യേശു ജനക്കൂട്ടത്തോട്, സി. പത്രോസ് യേശുവിനോട്, ഡി. യേശു ശിഷ്യന്മാരോട്. 32. യേശുവിനെ ക്രൂശിക്കാനുള്ള വിധി കേട്ടപ്പോൾ ബറാബാസിന് എന്തു സംഭവിച്ചു? എ. അവനെ ക്രൂശിച്ചു, ബി. അവനെ വിട്ടയച്ചു, സി. അവനെ ജയിലിലടച്ചു, ഡി. അവനെ കൊന്നു. 33. നീ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് യേശുവിനോട് കുരിശിലെ കള്ളൻ പറഞ്ഞത് ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 22, ബി. ലൂക്ക 23, സി. ലൂക്ക 24, ഡി. ലൂക്ക 21. 34. യേശുവിൻ്റെ മരണശേഷം അവിടുത്തെ ശരീരം സൂക്ഷിക്കാൻ അരിമത്യായിലെ ജോസഫ് ഉപയോഗിച്ചത് എന്താണ്? എ. ഒരു കുഴി, ബി. കല്ലറ, സി. ഗുഹ, ഡി. ഒരു മരത്തടി. 35. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശിഷ്യന്മാർ കണ്ടപ്പോൾ അവർ
എന്താണെന്നാണ് കരുതിയത്? എ. യേശുവിൻ്റെ മൃതശരീരം, ബി. ഒരു ഭൂതം, സി. ഒരു ദൈവദൂതൻ, ഡി. ഒരു അപരിചിതൻ. 36. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവരാജ്യം വരുന്നത്. ഇത് ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 17, ബി. ലൂക്ക 18, സി. ലൂക്ക 19, ഡി. ലൂക്ക 20. 37. ലൂക്ക 20:25 യേശുവിനെ പരീക്ഷിക്കാൻ വന്നവരോട് യേശു പറഞ്ഞത് എന്താണ്? എ. സീസറിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, ബി. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, സി. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക, ഡി. സീസറിനെ ദൈവമായി ആരാധിക്കുക. 38. ഈ അത്തിമരം ഫലം നൽകാത്തതുകൊണ്ട് ഇത് മുറിച്ചു മാറ്റാം എന്ന് പറഞ്ഞ ഉപമ ഏത് അധ്യായത്തിലാണ് കാണുന്നത്? എ. ലൂക്ക 18, ബി. ലൂക്ക 19, സി. ലൂക്ക 17, ഡി. ലൂക്ക 20. 39. നിങ്ങൾ എന്തിനാണ് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ന് ദൂതന്മാർ സ്ത്രീകളോട് ചോദിച്ചത് ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 22, ബി. ലൂക്ക 23, സി. ലൂക്ക 24, ഡി. ലൂക്ക 21. 40. യേശു എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാരുമായി സംസാരിച്ചത് ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 22, ബി. ലൂക്ക 23, സി. ലൂക്ക 24, ഡി. ലൂക്ക 21. 41. വാളില്ലാത്തവൻ കുപ്പായം വിറ്റു വാൾ വാങ്ങട്ടെ. ഈ വാക്യം ആരോട് പറഞ്ഞത്? എ. യേശു പത്രോസിനോട്, ബി. പത്രോസ് യേശുവിനോട്, സി. യേശു ശിഷ്യന്മാരോട്, ഡി. യേശു ജനക്കൂട്ടത്തോട്. 42. നീ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആരായിരുന്നു? എ. കള്ളന്മാർ, ബി. കുറ്റവാളികളിൽ ഒരുവൻ, സി. പീലാത്തോസ്, ഡി. സൈനികൻ. 43. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ വാക്യം ആരോട് പറഞ്ഞത്? എ. യേശു പത്രോസിനോട്, ബി. യേശു പിതാവിനോട്, സി. യേശു ജനക്കൂട്ടത്തോട്, ഡി. യേശു സൈനികരോട്. 44. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ വാക്യം ആരോട് പറഞ്ഞത്? എ. യേശു ശിഷ്യന്മാരോട്, ബി. ദൂതന്മാർ സ്ത്രീകളോട്, സി. മഗ്ദലന മറിയം പത്രോസിനോട്, ഡി. പത്രോസ് മറ്റു ശിഷ്യന്മാരോട്. 45. നിങ്ങൾ എന്തിനാണ് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ന് ദൂതന്മാർ ആരോടാണ് ചോദിച്ചത്? എ. പത്രോസിനോട്, ബി. എമ്മാവൂസിലെ ശിഷ്യന്മാരോട്, സി. സ്ത്രീകളോട്, ഡി. യേശുവിനോട്. 46. ലൂക്ക 17:32 യേശു ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്തായിരുന്നു? എ. അവൾ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല, ബി. അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറിയതുകൊണ്ട്, സി. അവൾ ഒരു ഉദാഹരണമായിരുന്നു, ഡി. അവൾ അനുസരണയുള്ളവളായിരുന്നു. 47. ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന നൽകുന്നു, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം എന്ന് യേശു പറഞ്ഞത് ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 20, ബി. ലൂക്ക 21, സി. ലൂക്ക 22, ഡി. ലൂക്ക 23. അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവിടെ നിന്നും പോയി.
എന്ന വാക്യം ഏത് അധ്യായത്തിലാണ് കാണുന്നത്? എ. ലൂക്ക 17, ബി. ലൂക്ക 18, സി. ലൂക്ക 19, ഡി. ലൂക്ക 20. 49. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദരായിരുന്നു. ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 22, ബി. ലൂക്ക 23, സി. ലൂക്ക 24, ഡി. ലൂക്ക 21. 50. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് യേശു ശിഷ്യരോട് വാഗ്ദാനം ചെയ്തത് ഏത് അധ്യായത്തിലാണ്? എ. ലൂക്ക 22, ബി. ലൂക്ക 23, സി. ലൂക്ക 24, ഡി. ലൂക്ക 21. ഉത്തരങ്ങൾ. ചോദ്യം 1. ഉത്തരം ബി. ഒരു സമരിയാക്കാരൻ. 2. ബി. നിങ്ങളുടെ ഇടയിൽ. 3. ബി. ഒരു ഫരിസേയൻ. 4. സി. ശിഷ്യന്മാരോട്. 5. ബി. ഒരു സിക്കമൂർ മരം. 6. ബി. പുറപ്പാട്. 7. എ. അവൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിക്ഷേപിച്ചു. 8. ബി. സൈന്യം താവളമടിച്ചിരിക്കുന്നത്. 9. ഡി. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം. 10. ബി. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. 11. ബി. അവിടുത്തെ തീവ്രവേദന. 12. ബി. യേശുവിൽ ഒരു കുറ്റവും കാണാത്തതുകൊണ്ട്. 13. എ. നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. 14. സി. സ്ത്രീകൾ. 15. ബി. ദൂതന്മാർ. 16. സി. ലോത്തിൻ്റെ ഭാര്യ. 17. ബി. ജെറുസലേമിൻ്റെ നാശം. 18. ബി. നികുതിയെക്കുറിച്ച്. 19. ബി. ഒരു ചുംബനം. 20. ബി. കുരിശിൽ. 21. ബി. അവിടുത്തെ ശിഷ്യന്മാരെ. 22. ബി. ഒരു അധികാരി. 23. ബി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. 24. ബി. അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്. 25. ബി. അപ്പം ആശീർവദിച്ച് മുറിച്ച് കൊടുത്തപ്പോൾ. 26. ബി. ഫരിസേയർ. 27. സി. ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. 28. ബി. നീ പ്രമാണങ്ങൾ പാലിക്കുക. 29. ബി. സക്കേവൂസ്. 30. എ. ജെറുസലേമിൻ്റെ നാശം. 31. എ. യേശു പത്രോസിനോട്. 32. ബി. അവനെ വിട്ടയച്ചു. 33. ബി. ലൂക്ക 23. 34. ബി. കല്ലറ. 35. ബി. ഭൂതത്തെ. 36. എ. ലൂക്ക 17. 37. സി. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. 38. ബി. ലൂക്ക 19. 39. സി. ലൂക്ക 24. 40. സി. ലൂക്ക 24. 41. സി. യേശു ശിഷ്യന്മാരോട്. 42. ബി. കുറ്റവാളികളിൽ ഒരുവൻ. 43. ബി. യേശു പിതാവിനോട്.
44 ബി ദൂതന്മാർ സ്ത്രീകളോട്. 45 സി സ്ത്രീകളോട്. 46 ബി അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി മാറിയതുകൊണ്ട്. 47 സി ലൂക്ക 22. 48 ഡി ലൂക്ക 20. 49 സി ലൂക്ക 24. 50 സി ലൂക്ക 24.